നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പേസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏറെക്കുറെ എല്ലാവരും തന്നെ VFA എക്സാമിന് വേണ്ടിയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾ 2017 തൊട്ട് 2025 അവസാനം നടന്ന VFA എക്സാം അധികമൊന്നുമില്ല, ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണുള്ളത്. ഈ ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സബ്ജക്റ്റ് വൈസ് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. നമുക്ക് ഹിസ്റ്ററി മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് 5 മാർക്കിനാണ്. ഈ ഒരു 3 ഭാഗത്ത് നിന്നും 5 മാർക്കിന് എന്തൊക്കെയാണ് PSC ഈ കഴിഞ്ഞ 5 ചോദ്യപേപ്പറിൽ ചോദിച്ചത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ അടുത്ത ടോപ്പിക്ക് അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് നോക്കാം. 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ്? 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഹാർഡിംഗ് പ്രഭു. ഹാർഡിംഗ് പ്രഭു ആണ് 1905 ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി. അപ്പോ ആരായിരുന്നു ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി? ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു ആയിരുന്നു അല്ലെ? കഴ്സൺ പ്രഭു ആണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ഏതായിരുന്നു ദിവസം? 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. നിർത്തലാക്കിയത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു ആണ് നിർത്തലാക്കിയത് ബംഗാൾ വിഭജനം നടത്തി. അടുത്തത് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആരാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ ഡി ആണ് ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്താണ്? ഓപ്ഷൻ എ ആണ് നരേന്ദ്രനാഥ് ദത്ത. നരേന്ദ്രനാഥ് ദത്ത എന്നാണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ? ഓപ്ഷൻ ബി ആണ് ഫസൽ അലി ആണ് അല്ലെ? ഫസൽ അലി ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇതൊക്കെ നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ ചെയ്തു പോകുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെയല്ലേ? അടുത്തത്, വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ, അതായത് 3 സ്റ്റേജ് ആയിട്ടായിരുന്നു നടന്നത്. ആ ഒരു പല സ്റ്റേജിലും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആവർത്തിച്ച ചോദ്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത്, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി. തിരുവിതാംകൂറില് അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ആണ് റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിച്ച ഭരണാധികാരി. അടുത്ത ചോദ്യം ഇപ്പോഴും നമ്മൾ കാണുന്ന ചോദ്യമാണ് അല്ലെ? കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ്? കേരളത്തില് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത് ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയാമെന്ന് എനിക്കറിയാം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. അടുത്തത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരാണ് ആരംഭിച്ചത്? ഓപ്ഷൻ ഡി ആണ് കുമാര ഗുരുദേവൻ. കഴിഞ്ഞ 10th പ്രിലിംസിനും ഈ ചോദ്യം കണ്ടായിരുന്നു അല്ലേ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? കുമാര ഗുരുദേവൻ അല്ല. അങ്ങനെ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് 2017 തൊട്ട് PSC റിപ്പീറ്റ്, 17 എന്നല്ല, അന്നും ചോദിച്ചിരുന്നു ഇന്നും ചോദിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്രയുമാണ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചത്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഇതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ തന്നെ ഇല്ല. കേരള ഹിസ്റ്ററിയിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓരോ വർഷം മാറുന്നതോറും നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുകയെ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 134-17. ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. വർഷം 1936. അടുത്തത് കണ്ടോ, ആ വിദ്യാധിരാജ എന്ന് പറഞ്ഞ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ആക്കി വന്നു. ആരാണ് വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികളാണ് അല്ലെ? അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? എവിടെയാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം? ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. അടുത്തത്, കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1812 ആണ്. 1812 കുറിച്യ കലാപം നടന്നത്.
അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ സമരം ഏതാണ്? അറിയാം അല്ലെ? ഓപ്ഷൻ സി ആണ് ചമ്പാരൻ സമരം. വർഷം ഏതാണ്? 1917. ചമ്പാരൻ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം, ഇന്ത്യയിലെ ആദ്യ സമരം. അടുത്തത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് അല്ലെ? ചൈനയുടെ അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേരെന്തായിരുന്നു? ചൗവൻലായി. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? വീണ്ടും ചോദ്യം റിപ്പീറ്റ് ആയി വന്നു. ഏതാണ്? ആരാണ്? ഓപ്ഷൻ ബി ആണ് ഫസൽ അലി ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ അല്ലെ? അടുത്ത ചോദ്യം, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം എന്താണ്? ഓപ്ഷൻ ബി ആണ് ചൗരി ചൗര സംഭവം അല്ലെ? ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനുള്ള കാരണം. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അടുത്ത സെറ്റ് 137/2017 ആണ്. അപ്പൊ ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് എന്താണ്? ഓപ്ഷൻ എ ആണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിന്റെ കാലയളവിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ചത്. അടുത്തത്, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം എന്താണ് കാര്യം? ഓപ്ഷൻ സി ആണ് പ്ലേഗ് ബോണസ് ആണ് അല്ലെ? വർഷം 1918 ആണ്. ജാതിക്കുമ്മയുടെ കർത്താവ് ആരാണ്? ജാതിക്കുമ്മയുടെ കർത്താവ് ഓപ്ഷൻ ഡി ആണ് അല്ലെ? പണ്ഡിറ്റ് KP കറുപ്പനാണ് ജാതിക്കുമ്മയുടെ കർത്താവ്. അടുത്ത ചോദ്യം, വീണ്ടും ആ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ആ ഒരു 3 സ്റ്റേജ് ആയിട്ടായിരുന്നു എക്സാം നടന്നത്. 3ാമത്തെ സ്റ്റേജിൽ പിന്നെ ആവർത്തിച്ചു വന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ഫസൽ അലിയാണ്. അടുത്ത ചോദ്യം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്തത്, കല്ലുമാല സമരം നടന്ന സ്ഥലം. കല്ലുമാല സമരം എവിടെയാണ് നടന്നത്? ഓപ്ഷൻ ബി ആണ് പെരിനാടാണ് അല്ലെ? പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ആരാണ് ആരംഭിച്ചത്? സ്വാമി വിവേകാനന്ദനാണ്. അടുത്തത്, മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ് KK കേളപ്പനാണ്. അടുത്തത്, വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്തു. വിദ്യാധി രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികള്. അടുത്ത ചോദ്യം, ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അമരാവതി സമ്മേളനമാണ് അല്ലെ? അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവിന്റെ പേരെന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് തലക്കൽ ചന്തു. ആരാണ്? തലക്കൽ ചന്തു ആണ്. അടുത്ത ചോദ്യം, KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം എന്താണ്? ഓപ്ഷൻ ബി ആണ് മൊറാഴ സമരം. മൊറാഴ സമരമാണ് KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ചെമ്പഴന്തി. ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. അടുത്തത്, മിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് ആരാണ്? മിശ്ര വിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ ആരാണ് നയിച്ചത്? ഓപ്ഷൻ ബി ആണ് BT ഭട്ടതിരിപ്പാട്. BT ഭട്ടതിരിപ്പാടാണ് സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത്.
ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 36/2023 36/2023 ഇതിലെ ചോദ്യങ്ങൾ നോക്കാവേ. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓൺലി 4 ആണ്. രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ ആണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാള്, നീൽ ദർപ്പൺ ദിനബിന്ദു മിത്ര ബംഗാള്, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ ഭാഷയില്. അടുത്തത് താഴെ പറയുന്നതിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് രൂപീകരിക്കപ്പെട്ടത്? താഴെ പറയുന്നതിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് രൂപീകരിക്കപ്പെട്ടത്? ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, ഓൺലി 2 സിയോണിസ്റ്റ് പ്രസ്ഥാനം. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്, ആരുടെ വാക്കുകളാണിവ? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്, ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓൺലി 2 മുസോളിനിയുടെ വാക്കുകളാണ് ഇത്. നാലാമത്തെ ചോദ്യം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തില് ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് എന്ത്? ഉത്തരം ഓപ്ഷൻ സി എ ആണ്, ഓൺലി എ, അതായത് പതിറ്റുപത്താണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പതിറ്റുപത്ത്. 5 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലിചരിതമാണ്. 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വംശീയ വലിചരിതമാണ്. എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓൺലി 2, അതായത് മൂഷകവംശ മഹാകാവ്യമാണ് 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വംശീയ വലിചരിതം. അടുത്തത് പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ബന്ധമില്ലാത്തത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം ആണ് ബന്ധമില്ലാത്തത്. ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്രനിരുന്നാൾ, കൊച്ചി മഹാരാജാവ് എന്നത് തെറ്റാണ്. സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭനും തെറ്റാണ്, ബാക്കി രണ്ടും ശരിയാണ്. അടുത്തത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ 2025 ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം ആരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്? ഓപ്ഷൻ സി ആണ്, സർദാർ കെ എം പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1.25 കോടി മലയാളികൾ, EMS നമ്പൂതിരിപ്പാടിന്റെ പുസ്തകമാണ് അല്ലെ. മൂന്നാമത്തത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങള്? ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അടുത്തത്, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം. നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ സി ആണ്, കാൺപൂർ ആണ് 1857 കലാപത്തിലെ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം. 5 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെയാണ് നടന്നത്? ഓപ്ഷൻ ബി ആണ്, ഫിലാഡൽഫിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എവിടെയാണ് നടന്നത്? അതും ഫിലാഡൽഫിയ തന്നെയാണ് അല്ലെ. അപ്പൊ ഇത്രയുമാണ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങള്. കേരള ഹിസ്റ്ററിയിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ഈ 2025 ആയപ്പോൾ കറക്റ്റ് ആയിട്ട് 5 മാർക്കിനുള്ളത് ചോദിക്കുന്നുണ്ട് അല്ലേ. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ചോദ്യം വന്നു, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 2 എണ്ണം, കേരള ഹിസ്റ്ററിയിൽ നിന്ന് 2 ചോദ്യം, അങ്ങനെ വെച്ചിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2017 ഒത്തിരി വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കുറവായിരുന്നു. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ കേരള ഹിസ്റ്ററിയിലെ മാത്രമാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ബാക്കി ടോപ്പിക്സും കൂടി ഇതുപോലെ ചെയ്യണമെന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്